ഹലോ, നമസ്കാരം. ആയുഷാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട കണ്ണങ്കര ജംഗ്ഷനിലായിട്ട് ഏതർ ബൈക്കിൻ്റെ ഈ സ്കൂട്ടറിൻ്റെ ഒക്കെ ഷോറൂം ഉണ്ട്, അതിനടുത്താണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ആക്സിഡൻറ്റ് നടന്നായിരുന്നു. ഇത് ഇന്നലെ രാത്രിയിലാണ് നടന്നത്. ഇന്നലെ രാത്രി 11:30 കണ്ട് ആക്സിഡൻറ്റ് നടന്നതാണ്. ഹോണ്ട അക്കോർഡും സ്കൂട്ടറുമായിട്ടായിരുന്നു കൂട്ടിയിടിച്ചത്. ആക്സിഡൻറ്റിലെ കണ്ടില്ലേ, ഹോണ്ട അക്കോർഡ് എന്ന് വെച്ചാൽ ചിലപ്പം ഇതാ വണ്ടി നമ്പർ, മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ഉള്ള വണ്ടി നമ്പർ എല്ലാം ഇളക്കിയിട്ടേക്കുമായിരുന്നു. ഇതാണ് വണ്ടി നമ്പർ കാറിൻ്റെ. അതിൻ്റെ ഗിയർ ബാഗ് രണ്ടും പൊട്ടി വെളി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അകത്ത് അല്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. വണ്ടിക്കകത്ത് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഫ്രണ്ട് വശം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്തോ സ്ട്രോങ് ഇടിയാന്ന്. കാരണം ഇത്രയും വലിയൊരു ഹെവി വണ്ടി വന്നിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫ്രണ്ട് ഞാനൊന്ന് കാണിക്കാം. ഈ കാണുന്നതാണ് എൻ്റെ ഫ്രണ്ട് വശം. അതുപോലത്തെ ഇടി അടിച്ചത്. ഇടിച്ച ഒരു സ്കൂട്ടർ വന്ന് ഇടിച്ചപ്പം തന്നെ ഇത്ര ഉള്ളിലേക്ക് കയറി പോകണമെങ്കിൽ എന്തോ സ്ട്രോങ് ഇടിയായിരിക്കും ഇടിച്ചത്. അപ്പോൾ ഈ വണ്ടി എന്ത് സ്പീഡിൽ വന്നതായിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കി. അതാണ് ഇത്രയും ഹെവി വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് കംപ്ലീറ്റ് ഇത്രയും ഡാമേജ് ആകണമെങ്കിൽ അതുപോലത്തെ സ്ട്രോങ് ഇടിയാണ്. കണ്ടില്ലേ, എനിക്ക് തോന്നുന്നത് കണ്ടില്ലേ, സ്കൂട്ടറുകാരൻ ചിലപ്പോൾ ഇതെല്ലാം കാണാൻ ഗ്ലാസ്സെല്ലാം കാണുമായിരിക്കും വന്ന് വീണത്. അതുപോലത്തെ ഇടിയാണ്. ഹോണ്ട അക്കോർഡ്. അപ്പോൾ ഒരു സ്കൂട്ടറുമായിട്ട് കൂട്ടി ഇടിച്ച് ഹോണ്ട അക്കോർഡിൻ്റെ ഫ്രണ്ട് വശം ഇത്രയും ഡാമേജ് ആകണമെങ്കിൽ ഇന്നലെ രാത്രി 11:30 കിടന്ന ആക്സിഡൻ്റ് ആണ്. അപ്പോൾ എന്തോ സ്പീഡിൽ വന്നതായിരിക്കണത്. സ്കൂട്ടറുകാരൻ ഏത് സ്പീഡിൽ വന്നത് നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇവിടെ നിന്ന് ആരും ഇല്ല. അപ്പോൾ ഇന്നലെ രാത്രി 11:30 ഈ അപകടം നടന്നേക്കുന്നത്. പത്തനംതിട്ടയിലെ കണ്ണങ്കര ജംഗ്ഷനിൽ നിന്ന് അല്പം മുമ്പോട്ട് മാറിയിട്ട്.